Hey all, welcome back to my YouTube channel and you're watching Eden Vlogs. അപ്പോൾ ഇന്ന് ഓഗസ്റ്റിൽ നമ്മൾ സെക്കൻഡ് ട്രിപ്പാട്ടോ പോകുന്നത്. അപ്പോൾ എവിടേക്കാന്ന് വെച്ചാൽ നമ്മൾ പാലക്കാട്ടിൽ ഇപ്പോൾ കുറച്ച് ദിവസമായി ഓപ്പൺ ആക്കിയ ഫൺ പാർക്ക് എന്ന് പറഞ്ഞ ഒരു തീം പാർക്കിലേക്കാണ് നമ്മൾ പോകുന്നത്. ആൻഡ് ഇതിൻ്റെ ഐറ്റിനറി ഫുള്ളൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ പള്ളിയിൽ സെവറൽ യൂണിറ്റ്സ്, സെൻറ്റ് പോൾ, സെൻറ്റ് സെബാസ്റ്റ്യൻ എന്നൊക്കെ പറഞ്ഞ് കുറേ യൂണിറ്റുകളുണ്ട്. സോ ആ രീതിയിൽ ഞങ്ങൾ സെൻറ്റ് പോൾസ് ആണ്. അപ്പോൾ ഞങ്ങൾ ഫാമിലി യൂണിറ്റായിട്ട് പോകുന്ന ഒരു ട്രിപ്പാട്ടോ അത്. ആൻഡ് നമ്മളിത് കുറേ ദിവസമായിട്ട് പ്ലാൻ ചെയ്യുന്നു ആൻഡ് ഇറ്റ് സക്സസ്ഫുള്ളി ഹിയർ. അതുകൊണ്ട് സോ എക്സൈറ്റഡ്. അപ്പോൾ ആദ്യം നമ്മൾ കുർബാനയിൽ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ 6 ആയി. അപ്പോൾ നമ്മൾ കുർബാനയ്ക്ക് പോയിട്ടാണ് നമ്മൾ ബാക്കി ട്രിപ്പ് സ്റ്റാർട്ടാവുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ കാണിക്കാം. അപ്പോൾ മോസ്റ്റ് ഞാനിങ്ങനെ റിയലായിട്ട് വീഡിയോയിൽ ഞാൻ പറയില്ല, എന്തായാലും വോയിസ് ഓവർ ആയിരിക്കും കൊടുക്കുന്നതാവാം. അപ്പോൾ എന്തായാലും ലെറ്റ്സ്. അങ്ങനെ നമ്മൾ പള്ളിയിലെത്തി. നമ്മൾ എത്തിയ സമയം കറക്റ്റ് ആയിരുന്നു. നമ്മൾ എത്തിയപ്പോൾ തന്നെ കറക്റ്റായിട്ട് കുർബാനയൊക്കെ സ്റ്റാർട്ട് ആയിട്ടുണ്ടായിരുന്നു. അന്നൊരു ഒബ്ലിഗേറ്റഡ് ഡേ ആണ്, മേരിൻ്റെ അസംഷൻ ഡേ ആയതുകൊണ്ട് നമ്മൾ എന്തായാലും ഒരു കമ്പൽസറി ആയിട്ട് കുർബാന കാണാനുണ്ടായിരുന്നു. അതെന്തായാലും നമ്മൾ കണ്ടു. ആ ദിവസത്തിന് അത് മാത്രമല്ല പ്രത്യേകത, അന്നൊരു ഇൻഡിപെൻഡൻസ് ഡേ കൂടിയായിരുന്നു. അതുകൊണ്ട് ഗവൺമെൻറ് ഹോളിഡേ ആയതുകൊണ്ട് എല്ലാവർക്കും അന്ന് ലീവാണ്. അതുകൊണ്ടാണ് മെയിൻ റീസൺ ആയിട്ട് അന്ന് തന്നെ നമ്മൾ ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തത്. അറൌണ്ട് 7:30 ആയപ്പോൾ തന്നെ നമ്മൾ പള്ളിയിൽ നിന്ന് ഇറങ്ങി ട്രിപ്പ് സ്റ്റാർട്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഒരു 20 പേഴ്സൺസ് കൂടുന്ന ഒരു കുഞ്ഞ് ട്രിപ്പ് ആയതുകൊണ്ട് നമ്മൾ വലിയ രീതിയിലുള്ള ബസ്സൊന്നല്ല ഞങ്ങൾ ബുക്ക് ചെയ്ത്, ഒരു കുഞ്ഞ രീതിയിലുള്ള മിനി വാന് പോലെയുള്ള ഒരു ബസ്സിലാണ് നമ്മൾ ബുക്ക് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നത്. ആൻഡ് വന്നവർ തന്നെ കുറേ പേര് സ്നാക്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ വണ്ടിയിൽ നിന്ന് കഴിച്ച് കുറേ പാട്ടും ഡാൻസൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ടാക്കി. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പാലക്കാടിൽ തന്നെ ഒരുവിധം ഫേമസ് ആയ മലബാർ റെസ്റ്റോറൻറ്റ് കഴിക്കാമെന്നാണ് നമ്മളൊരു പ്രതീക്ഷ ആയിരുന്നത്. പക്ഷെ അവിടെ ഒടുക്കത്തെ തിരക്കായതുകൊണ്ട് ഒരു കുഞ്ഞു തട്ടുകടയിൽ കയറി അവിടെ എന്താണ് അവൈലബിൾ അതൊക്കെ നമ്മൾ കഴിച്ച് നമ്മൾ വയറ് ഫുൾ ഡേ ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളിയായിട്ട് കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചും ട്രിപ്പൊക്കെ സ്റ്റാർട്ടാക്കി. അപ്പം ഞാൻ ഒരു വിൻഡോ സൈഡ് പേഴ്സൺ അല്ല, മീൻസ് എനിക്ക് കിട്ടിയാൽ കൊള്ളാം അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ആ ഒരു രീതിയിലാണ് ഞാൻ. അപ്പം അങ്ങനെ അറ്റ് ലാസ്റ്റ് നമ്മൾ ഫാൻറ്റസി പാർക്കിലേക്ക് എത്തി. ഇതിൻ്റെ ഏറ്റവും ആദ്യത്തെ തീം പാർക്ക് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് അവിടെ ഓരോരോ കാര്യങ്ങളും ഞാൻ വളരെ എക്സൈറ്റഡ് ആയിട്ടാണ് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരുന്നത്. അന്ന് അവിടെ പോകുമ്പോൾ തന്നെ ഒരു വലിയ ബിൽഡിംഗ് ഉണ്ട്. അവിടെ കുറേ ലോക്കർ റൂമും ഡ്രസ്സിംഗ് റൂമും റെസ്റ്റ് റൂംസ് ഒക്കെ ആയിട്ട് അവിടെ നല്ല വെൽ ഓർഗനൈസ്ഡ് ആൻഡ് നീറ്റായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഏതൊരുവിധ ക്ലംസിനെസ്സും ഒന്നുമില്ലാണ്ട് നീറ്റായിട്ട് നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മൾ വെള്ളത്തിലിറങ്ങാൻ ഓൾ സെറ്റായി. വാട്ടർ തീം പാർക്ക് എന്ന് പറയുമ്പോൾ തന്നെ മൊത്തം വെള്ളമാണ്. അത് മാത്രം കൂടാതെ ഒടുക്കത്തെ മഴയും. അതുകൊണ്ട് മുകളിൽ നിന്ന് താഴെ നിന്ന് സൈഡിൽ നിന്ന് മൊത്തം വെള്ളമായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഫോട്ടോസോ വീഡിയോസോ ഒന്നും തന്നെ എടുക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് ഫോൺ കവേഴ്സൊക്കെ അവിടെ കിട്ടുന്നുണ്ട് എന്ന് എനിക്ക് അറിഞ്ഞത്. അപ്പോൾ എന്തായാലും ഞാൻ മിസ് ചെയ്തു ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഈ ഒരു വാട്ടർ തീം പാർക്ക് ഇസ് ജസ്റ്റ് വർത്ത് ദ മണി. എന്താണെന്ന് വെച്ചാൽ ഇഫ് വി ജസ്റ്റ് ഗിവ് ₹600 per person we can access all the activities here. ഫുഡും ഇൻക്ലൂഡ് ചെയ്ത് ഇത്ര ആക്ടിവിറ്റീസ് ആക്സസ് ചെയ്തിട്ട് ഒരാൾക്ക് ഇത്രമാത്രം എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു അഫോർഡബിൾ ആയിട്ടുള്ള പ്ലേസ് വേറെ ഒന്നും തന്നെ ഉണ്ടാവില്ല. അത്രയ്ക്കും അടിപൊളിയായിരുന്നു. ഇടയ്ക്കായിട്ട് നമ്മൾ ലഞ്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിക്കൻ ബിരിയാണി ആയിരുന്നു. അത് അൺലിമിറ്റഡ്, എത്ര പ്രാവശ്യമായി നമുക്ക് വാങ്ങിച്ച് റൈസ് കഴിക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് വെള്ളത്തിൽ നമ്മൾ മതിയാവുന്ന വരെ അർമാദിച്ചിട്ടാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ തന്നെ ഇറ്റ്സ് ഓൾമോസ്റ്റ് 5 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് അവിടുന്ന് തൊട്ടപ്പുറത്തുള്ള ഒരു ബേക്കറിയിലേക്കാണ് നമ്മൾ പോയത്. അവിടുന്ന് കുറേ പലഹാരവും ആൻഡ് ഞാൻ കാപ്പിയാണ് കുടിച്ചത്. അപ്പോൾ അതൊക്കെ കുടിച്ച് നമ്മൾ ടീ ബ്രേക്ക് അവിടെ നിന്ന് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആയിട്ടുണ്ടെങ്കിൽ അടുത്ത പ്ലേസ് ആയിട്ടുള്ള സ്നേക്ക് പാർക്കിലേക്കായിരുന്നു നമ്മൾ അടുത്തത് പോയിട്ടുണ്ടായിരുന്നത്. അവിടെ കുറേ വെറൈറ്റി ഓഫ് സ്നേക്ക് നമ്മൾ കണ്ടു. ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. കുറേ ഫെറോഷ്യസ് ആയിട്ടുള്ള സ്നേക്കും അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതിന് നല്ല രീതിയിൽ മറ്റ് സ്നേക്കിനെക്കാട്ടും അതിന് നല്ല രീതിയിൽ പ്രൊട്ടക്ട് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ സ്നേക്സ് ഒക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ക്രൊക്കോഡൈലിനെ കണ്ടത്. ആദ്യമാണ് സ്റ്റാറ്റിക് ആയിട്ട് ഒറ്റ സ്ഥലത്തായിരുന്നു നിന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് കുറേ ആൾക്കാരൊക്കെ വരാൻ സ്റ്റാർട്ടായപ്പോൾ കുറച്ച് ആഴ്ചയായിട്ട് മൂവ് ചെയ്ത് മൊത്തം റൗണ്ട്സ് ഒക്കെ പോകാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് സ്നേക്ക് പാർക്കിൽ ഇങ്ങനെ ഇറങ്ങി. അപ്പോൾ ഇറങ്ങിയപ്പോൾ നല്ല മഴ കേട്ടോ, നിൽക്കാത്ത മഴയായിരുന്നു. അപ്പോൾ നമ്മുടെ ഐറ്റിനറിയിൽ അടുത്ത പ്ലേസ് ആയിട്ടുള്ള അക്വാറിയം പോവാം എന്നായിരുന്നു നമ്മൾ പ്ലാൻ. പക്ഷെ മഴ ആയതുകൊണ്ട് നമ്മളവിടെ പോയില്ല. അപ്പോൾ ഒരു കുഞ്ഞ് എന്താ പറയുക ഷെൽട്ടറിൻ്റെ അടിയിലായിരുന്നു നമ്മളെല്ലാവരും മഴ കൊള്ളാണ്ടിരിക്കാൻ നിന്നത്. അപ്പോഴാണ് ഈ കോൺസേർട്ടിനെ കണ്ടത്. അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ട് മോണിക്കയും ചേർന്ന്
കോണൊക്കെ കഴിച്ച് മഴയൊക്കെ ആസ്വദിച്ച് അടിപൊളി ഫീൽ ആയിരുന്നു കേട്ടോ. മഴയ്ക്ക് ഒന്ന് തുറന്നപ്പോൾ തിരിച്ച് നമ്മൾ വണ്ടിയിൽ കയറി സിവിക്ക് റിട്ടേൺ പോകായിരുന്നു. അപ്പോൾ പോകുന്ന വഴിക്കാണ് ഒരു അടിപൊളി പ്ലേസ് കണ്ടത്. അപ്പോൾ അവിടെ ഞങ്ങളുടെ ഇടയിൽ അമ്മമാർക്ക് റീൽസ് എടുക്കണമെന്ന് പറഞ്ഞാൽ അവിടെ ഇറങ്ങിട്ടോ. അപ്പോൾ അവർ റീൽസ് എടുക്കുന്ന സമയത്ത് ഞാനും എൻ്റെ ഫ്രണ്ട് 1-2 ഫോട്ടോസൊക്കെ എടുത്തു. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു ബേക്കറി ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് പോയി നമ്മൾ ഐസ്ക്രീംസും കുറേ ജ്യൂസസും കുടിച്ച് നമ്മൾ തിരിച്ചും വണ്ടിയിൽ കയറി സിബിക്ക് പോകായിരുന്നു. അറ്റ് ലാസ്റ്റ് നമ്മൾ കോയമ്പത്തൂരിലെത്തി. പാലക്കാട് കഴിക്കാൻ പറ്റാത്ത ആ വിഷമം എന്തായാലും കോയമ്പത്തൂരിലെ മലബാർ റെസ്റ്റോറൻറ്റ് നമ്മൾ ഡിന്നർ അയച്ച് തീർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്നൊന്ന് ഓർഡർ ചെയ്തു. എല്ലാം അടിപൊളി ഫുഡായിരുന്നു. അങ്ങനെ ആ ഗുഡ് ആൻഡ് മെമ്മറബിൾ ട്രിപ്പ് എന്തായി. അപ്പോൾ എന്തായാലും ഇന്നത്തേക്ക് ഇത്രയുള്ളൂ. നാളെ കാണാൻ. ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്.